ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഹൊസൂറിൽ നിന്ന് നാട്ടിലോട്ട് പോവുകയാണ് ആഫ്റ്റർ 2 months. അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ PGയിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കറക്റ്റായിട്ടുള്ള ബോർഡിങ് പോയിൻറ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ എവിടെ നിൽക്കണം, ഒരു തനിഷ്കെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ നിൽക്കണമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കളിക്കുകയായിരുന്നു. അതും ഫ്ലൈ ഓവറും കാര്യങ്ങളൊന്നുമില്ല, ഹൈവേ ആണ്. അങ്ങോട്ട് ക്രോസ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ പറയും ഇപ്പുറത്താണെന്ന്, പിന്നെ ഇപ്പുറത്ത് ക്രോസ് ചെയ്യും. അങ്ങനെയായിരുന്നു. ലാസ്റ്റ് നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ അതിനും കോമഡി. നമുക്ക് പിടിച്ച് കയറാനൊന്നും അത്ര ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു തട്ടിക്കൂട്ട് ഒരു വണ്ടി സെറ്റപ്പായിരുന്നു. 2.5 റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു. അങ്ങനെ നമുക്ക് ബാക്ക് സീറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നതും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. നമ്മൾ ലാസ്റ്റ് മിനിറ്റായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതും. പിന്നെ കൊത്തു പൊറോട്ടയൊക്കെ മേടിച്ചിട്ടാണ് കയറിയത്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബോധമില്ലായിരുന്നു കേട്ടോ. എനിക്കൊരുമാതിരി ഛർദ്ദിക്കാൻ വരണ പോലെയൊക്കെ വന്നിട്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിയപ്പോഴേക്കും കുറേ വിൻമില്ല് പോലെ ഇതാണ് കണ്ടത്. അപ്പം എൻ്റെ ഒരു ഇതിൽ വിൻമില്ലൊക്കെ കാണുന്നത് നമ്മൾ നാഗർകോവിൽ അവിടെയൊക്കെ എത്തുമ്പോഴാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പം ഓലയൊക്കെ കാണാൻ തുടങ്ങി, തെങ്ങും. അപ്പം മനസ്സിലായി ഇതാ കേരളത്തിലെത്തിയെന്ന്. പിന്നെ നമ്മൾ പെട്ടെന്ന് ചാടി എണീറ്റ് ലിപ് ലൈനറും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. പിന്നെ അത് കാറിൽ കയറിയപ്പം ഡബിൾ ആശ്വാസം. പിന്നെ വീട്ടിലെത്തി ഇതാ അമ്മ, പിന്നെ ഷാരു ഉറങ്ങണുണ്ടായിരുന്നു. അവനെ പിന്നെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച്, എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ, അന്ന് സൺഡേയും കൂടെ ആയിരുന്നു, ഒരുങ്ങി ഇറങ്ങി. പള്ളിയിൽ പോകണമായിരുന്നു. പിന്നെ പള്ളിയിൽ പോയി ആരാധനയൊക്കെ കൂടി നേരെ പിന്നെ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോയി. തുറക്കണോ? പറഞ്ഞിരണോ? അപ്പോ പിന്നെ റോബി എന്നെ സ്നേഹിച്ച് കൊല്ലായിരുന്നു. 2 മാസത്തിൻ്റെ സ്നേഹമൊക്കെ കൂട്ടി വെച്ചത് പ്രകടിപ്പിക്കുകയായിരുന്നു. അയ്യോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉള്ള ഒരു ചടങ്ങാണ്. വീട്ടിലെത്തി കഴിയുമ്പം ഉള്ള സ്വർണവും സാധനങ്ങളൊക്കെ അമ്മ എടുത്തിട്ട് തരും, പോണത് വരെ ഇട്ടേക്കാനായിട്ട്. ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്, അത് പാർട്ട് 2 കാണാം.